ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ടീച്ചറമ്മ സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കനിയുടെ പ്ലാൻ മനസ്സിലാക്കിയിരിക്കുകയാണ് കല്ലു കേട്ടോ. കല്ലു പറയുന്നുണ്ട്, അതെ ഇതൊക്കെ നിങ്ങളുടെ പ്ലാൻ ആണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അമ്പടി കള്ളി, നിനക്കെല്ലാം മനസ്സിലായല്ലേ, പിന്നെ മനസ്സിലാവാതെ. പിന്നെ ഈ പ്ലാനിൽ ഒരാളെയും കൂടി ചേർക്കണം എന്ന് പറയാണ്. എന്തായാലും നീ ഇത്രേ കാരണസ്ഥിതിക്ക് നിന്നെ ചേർത്തിരിക്കുന്നു എന്ന് പറയാണ്. പിന്നെ ഇതൊക്കെ എനിക്ക് നേരത്തെ തോന്നിയായിരുന്നു കേട്ടോ, ഇത് കനിക്കുഞ്ഞയുടെ പ്ലാൻ ആണെന്ന്. ആണോ, നിനക്ക് എങ്ങനെ തോന്നി? അല്ല, ജോണേട്ടൻ നോ പറഞ്ഞപ്പോഴാണല്ലോ കുഞ്ഞൻ ഇവിടുന്ന് പോയത്. അതിനുശേഷം തിരിച്ചു വന്നപ്പോ ചില കളികൾ കാണിക്കാനും പഠിപ്പിക്കാനാണെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ തന്നെ ചെറിയ സംശയം തോന്നി. പറയാണ്, നിനക്ക് ഭയങ്കര ബുദ്ധി തന്നെ, ശരിക്കും പോലീസുകാരന്റെ മോള് തന്നെ നീ എന്ന് പറയാണ്. താങ്ക് യു എന്ന് പറയണ്ട്. ആ സമയത്ത് കല്ലു പറയണ്ട്, അതെ ഈ ഒരു ഓപ്പറേഷനിൽ നമുക്ക് ഒരാളെയും കൂടി ആഡ് ചെയ്താലോ? അതാരെ ആടി ഇനി ആഡ് ചെയ്യേണ്ടത്? പറ. അത് സന്തോഷേട്ടന് എന്ന് പറയാണ്. സന്തോഷേട്ടനെയോ? അതെ, സന്തോഷേട്ടനും കൂടി ആഡ് ചെയ്യണം. സന്തോഷേട്ടനും കൂടി ഉണ്ടെങ്കിലേ ഇതിനൊന്ന് പൂർണ്ണത കിട്ടുള്ളൂ. അത് നീ പറഞ്ഞ ശരിയാണ്. പക്ഷെ സന്തോഷേട്ടനോട് കാര്യങ്ങളൊക്കെ പറയണ്ടേ? പറയണം. ഞാനാളെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ എത്തും എന്ന് പറയണം. അപ്പൊ നീ എല്ലാം പ്ലാൻ ചെയ്തല്ലേ? പിന്നെ അല്ലാതെ. ഇപ്പൊ നിങ്ങൾ സന്തോഷേട്ടനെ കൂടെ കൂട്ടിയില്ലെങ്കിൽ ഞാൻ സന്തോഷേട്ടനെ കൂടെ കൂട്ടിയിട്ട് ഒരു പ്ലാൻ നടത്താൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അങ്ങനെ വരട്ടെ എന്ന് പറയണം. അപ്പോഴേക്ക് സന്തോഷം അവിടേക്ക് വരുന്നുണ്ട്. അല്ല, പെട്ടെന്ന് എന്താ കല്യാണി കാണണോന്ന് പറഞ്ഞത്? കനിയുണ്ടല്ലോ. അതെ, കനിയന്റെയും ജോണിന്റെ വിവാഹമൊക്കെയാണെന്ന് കേട്ടു എന്ന് പറയുമ്പോഴേക്കും അതിന്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് സംസാരിക്കാൻ വേണ്ട ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്താ കനി, എന്താണെങ്കിലും പറഞ്ഞോ. അല്ല, ഞാൻ ജസ്റ്റ് ഒരേ ഒരു ചോദ്യം ചോദിക്കും സന്തോഷിനോട്. സന്തോഷം എല്ലാം കറക്റ്റ് മറുപടി പറയുള്ളൂ എന്ന് എനിക്കറിയാം. വീണനെ പോലെ ഡബിൾ സ്റ്റാൻഡ് ഇല്ലെന്നും അറിയാം. എന്തായാലും കനി ചോദിക്കുക എന്ന് പറയുമ്പോ, അല്ല, വീണയുടെ ജീവിതത്തിൽ ഇനിയും സന്തോഷിനെ വീണനെ ഈ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ സന്തോഷിന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ സന്തോഷ് ഒരു നേരം മിണ്ടാതിരിക്കുകയാണ്. എന്നിട്ട് പറയണ്ട, എന്റെ താല്പര്യം കുറവോ താല്പര്യം ഇല്ലാത്തതോ താല്പര്യം ഉണ്ടെന്ന് തോന്നലോ അതൊന്നും ഇവിടെ പ്രശ്നം. വീണയുടെ ജീവിതമാണ് പ്രധാനം. ഇനി എന്റെ ജീവിതത്തിലേക്ക് ഞാൻ അയാൾ ഒരിക്കലും ക്ഷണിക്കില്ല. കാരണം ഒരു പ്രാവശ്യം മാനസിക നില തെറ്റിയതാണ് എൻ്റെ. ആ ഒരു ജീവിതത്തിലേക്ക് അയാൾക്ക് ഞാൻ ക്ഷണിക്കില്ല. കാരണം എൻ്റെ മാനസിക നില എപ്പോൾ തെറ്റുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. പിന്നെ എൻ്റെ കുടുംബക്കാർ ഒരുപാട് അയാളെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നെ മാത്രം സ്നേഹിച്ച് അയാൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇനി ആ പെൺകൊച്ച് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കട്ടെ. ഞാൻ ഇനി വേറെ വിവാഹമൊന്നും കഴിക്കണില്ല. വീണക്ക് നല്ലത് വരണം, അത് മാത്രമല്ലേ ഉള്ളൂ എനിക്ക് എന്ന് പറയണം. അപ്പൊ കനി വേണ്ടോ? അപ്പൊ അതാണ് സന്തോഷേട്ടന്റെ തീരുമാനം അല്ലേ? അതെ, എങ്കിലേ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? അതെ, നമ്മുടെ ജോണേട്ടൻ ഉണ്ടല്ലോ, ജോണേട്ടനെ നമ്മുടെ വീണേനെ ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു. ചെറുപ്പം മുതലോ? അതെ, ഒരു 10ാം ക്ലാസ് പഠിക്കുമ്പോ തൊട്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് അത് വീണക്ക് അറിയില്ലായിരുന്നോ? വീണ ജോണിനെ ആ രീതിയിലല്ല കണ്ടിരിക്കണത്. നമ്മുടെ മോഹനല്ലേ, മോഹനല്ല, നമ്മുടെ വീണയുടെ ഏട്ടനുണ്ടല്ലോ, വീണയുടെ ഏട്ടനെ പോലെ തന്നെയാണ് നമ്മുടെ വീണ നമ്മുടെ ജോണിനെ കണ്ടത്. അതായത് സ്വന്തം ചേട്ടനെ പോലെ തന്നെയാണ് കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ കണ്ട ഒരാളെ എങ്ങനെയാണ് പ്രണയിക്കുക? അതൊരിക്കലും വീണക്ക് സാധിക്കില്ലായിരുന്നു. പിന്നെ വീണയുടെ മനസ്സിൽ സന്തോഷേട്ടനും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അതെ, ജോണേട്ടൻ ഇപ്പോഴും വിവാഹം കഴിക്കാതിരിക്കുന്നത് വീണക്ക് വേണ്ടിയിട്ടാണ്. വീണക്കും ജോണേട്ടനോട് ഇപ്പൊ ചെറിയ താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഡബിൾ സ്റ്റാൻഡ് ആണ് ആളിപ്പോഴും. സന്തോഷേട്ടന്റെ മാനസിക തെറ്റിപ്പോവോ, ജോണേട്ടന്റെ കൂടെ ജീവിച്ചാൽ എന്നൊരു ടെൻഷൻ ഉണ്ട് ആൾക്ക്. അതുകൊണ്ട് ഈ ഒരു നാടകത്തിൽ നമ്മുടെ സന്തോഷേട്ടന് നമ്മുടെ കൂടെ നിൽക്കണം. ജോണിനെയും അതുപോലെ തന്നെ വീണനെയും ഒന്നാക്കണം. കനി, അപ്പൊ നീയോ? എന്റെ കാര്യം അവിടെ നിന്നോട്ടെ. എനിക്കും ജോണേട്ടനോട് ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആളത്തെ മുഖത്ത് നോക്കി പറഞ്ഞു. ആള് നോ പറഞ്ഞു. അപ്പോഴേ ഞാൻ ആ പ്ലാൻ വിട്ടതാണ് എന്നൊക്കെ പറയാണ്. അപ്പോ ശരി, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. നമ്മുടെ ജോണിനും വീണക്കും വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് നമ്മുടെ സന്തോഷ് വാക്ക് കൊടുക്കാട്ടോ. അങ്ങനെ കല്യാണിയും സന്തോഷും നമ്മുടെ കനിയും കൂടി ചേർന്ന് വേറൊരു വലിയ പ്ലാൻ തയ്യാറാക്കാണ്. അതേ സമയത്ത് നമ്മുടെ ടീച്ചർ ആണെന്നുണ്ടെങ്കിലോ സരസ്വതി ആണെന്നുണ്ടെങ്കിലോ മേരിനെ വിളിക്കേണ്ട. ഈ പിള്ളേര് കാരണം നമ്മൾ വലിയൊരു തലവേദന പിടിച്ചിരിക്കുകയാണല്ലോ മേരി. അതെ, എന്ത് ചെയ്യാനാ, ഇത്രയും വലിയ പ്രശ്നമൊന്നും ഞാനും വിചാരിച്ചില്ല എൻ്റെ സരസ്വതി എന്ന് പറഞ്ഞിട്ട് അവരാകെ അങ്ങനെ ആകെ പെരിപ്പിച്ചുകൊണ്ടിരിക്കട്ടോ. കാരണം നമ്മുടെ കനിയുടെ അച്ഛനും അമ്മയും ദേഷ്യമൊക്കെ മാറിയിട്ട് ഇപ്പൊ അവരുടെ മോളുടെ വിവാഹത്തിന് വേണ്ടി തയ്യാറായിരിക്കുകയാണല്ലോ. അപ്പൊ അവരോട് എന്ത് പറയുമെന്നൊക്കെ ആലോചിച്ചിട്ടാണ് അവരാകെ ടെൻഷൻ ആയിട്ടിരിക്കുന്നത്. അപ്പൊ നാളത്തെ പ്രൊമോയിൽ ഇത്രേ കാണിക്കുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.